ചിരിച്ച് ചിരിച്ച് എന്റെ വയറ്റിൽ അത്രയും നീരാ കേട്ടോ. എന്റെ അമ്മ തിയേറ്ററിൽ വെച്ച് വീർപ്പ് പിടിച്ചിരിക്കുകയായിരുന്നു, എപ്പോഴാ പൊട്ടുകയെന്നറിയാതെ. അപ്പൊ ഞാനോ സിനിമയ്ക്ക് പോയത് മാത്രം വെച്ച് ഒരു വസ്തു കാണാൻ സാധിച്ചു. എന്താ കഥയെന്ന് ചോദിച്ചാ വീണ്ടും സിനിമയ്ക്ക് പോണം. ആ ഉണ്ണിയും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. എങ്ങനെ കാണാനാ? എന്റെ പൊന്നി ശ്രീയേട്ടാ, ആ പാവത്തിനായിട്ട് കുരങ്ങ് കളിപ്പിച്ചാൽ മതി നമുക്ക്. ഇതൊക്കെ ഒരു തമാശയല്ലേ? അങ്ങനെയൊന്നല്ല കേട്ടോ. അയാള് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു മഫനൊന്നുമല്ല. പളച്ചു കേട്ടൊന്നും ഇല്ലാത്ത ഒരു ശുദ്ധ പ്രകൃതമാണെന്ന് മാത്രം. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു എന്നിരിക്കട്ടെ, വളരെ ക്ലിയർ കട്ടായിട്ടാണ് അതിന്റെ മറുപടി. പിന്നെ അതിനെപ്പറ്റി അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ചോദിക്കാൻ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ സൂക്ഷിക്കണം. അയാൾ ഇങ്ങോട്ട് കാണിക്കുന്ന ഫ്രാങ്ക്നെസ് അങ്ങോട്ടും പ്രതീക്ഷിക്കില്ലേ? ഇപ്പൊ തന്നെ തനിക്ക് തന്നെ അയാളിൽ ഒരു പുതിയ കഥാപാത്രത്തെ കാണാൻ കിട്ടിയില്ലേ? ഓ, ഇനിയും ആ ശുദ്ധഗതിനെ നമ്മൾ മുതലെടുക്കരുത്. ടേസ്റ്റ് ചെയ്യുന്നതിനും വേണ്ട ഒരു അതിരൊക്കെ. താനായിപ്പോ ആളുടെ മനസ്സ് മുഴുവൻ പഠിച്ചു വെച്ചിരിക്കുന്നു. അയ്യോ, അതുകൊണ്ടല്ല ശ്രീയേട്ടാ. ശരി ശരി, തർക്കം വേണ്ട. ഒരു പ്ലസന്റ് സർപ്രൈസോടെ നമുക്ക് ഈ കളി അവസാനിപ്പിച്ചേക്കാം. അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തോളാം, താൻ അനുസരിച്ച് വെച്ചാ മതി. ഗോപി, താൻ അങ്ങോട്ട് വരിക. കാര്യം എന്താണോ? ഒരു കാര്യം നമ്മളൊന്നും കേൾക്കാൻ പാടാത്താണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ല. എന്താ കാര്യം? എന്നെ ഉണ്ണാൻ വിളിച്ചു. ഉണ്ണാൻ വിളിച്ചു? ആരെ? വീട്ടിലേക്ക് നാളെ വൈകിട്ട്. ശാരദാമ്മ? സത്യമായിട്ടും പറയാണ്, നാളെ എന്റെ ബർത്ത്ഡേ ആണ്. ഉണ്ണിയെ മാത്രമേ വിളിക്കണുള്ളൂ. വൈകിട്ട് ഉണ്ണാൻ വീട്ടിലേക്ക് വരണമെന്ന്. ശാരദാമ്മ ഉണ്ണിയെ വീട്ടിലേക്ക് വിളിച്ചെന്നോ? എന്താ വിശ്വാസമാണല്ലേ? ഓ, കോളടിച്ചല്ലോ ഉണ്ണിയെ. ഇതിന് സ്റ്റഡി ക്ലാസ് വേറാണ് കേട്ടോ. ഉണ്ണിയോ? ഉണ്ണി വരാറായല്ലോ എന്ന് ഞാൻ ഇപ്പൊ ഓർത്തേ ഉള്ളൂ. വരൂ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. വരൂ, ഇരിക്കൂ. എന്താ കുടിക്കാൻ വേണ്ടേ? കാപ്പിയോ അതോ തണുത്തതോ? എന്തായാലും വിരോധമില്ല. ആദ്യമായിട്ട് വരുന്നല്ലേ, തണുത്തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. ഉണ്ണി വഴിയറിയാണ്ട് ബുദ്ധിമുട്ടിയോ? കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നല്ലോ. വളവ് തിരിഞ്ഞ് മൂന്നാമത്തെ പോസ്റ്റ്, രണ്ടാമത്തെ വീട്, പച്ച ഗേറ്റ്, ചുവന്ന ഷോവാൾ, രചന എന്നുള്ള പേര്. ഒരു വിഷമം ഉണ്ടായില്ല. ഉണ്ണിക്ക് എങ്ങനെയാ മ്യൂസിക്കിൽ താല്പര്യമുണ്ടോ? എനിക്ക് വലിയ ഇഷ്ടമാണ്. വിലാസി ചേച്ചി ഉള്ളപ്പോ നാട്ടിൽ ഏത് പരിപാടി വന്നാലും ഞങ്ങൾ പോവായിരുന്നു. ഉണ്ണി പാടുവോ? കേക്കേ ഉള്ളൂ. അത് വെറുതെ പറയാം. ഉണ്ണി പാടും. അതെങ്ങനെ അറിയാം? കണ്ടറിയാലോ. എന്തായി പറയണേ? കൊളക്കടവിൽ ആരും കേൾക്കാണ്ടല്ലോ മൂളൊന്നല്ലാണ്ട് ഞാൻ പാടുവൊന്നുമില്ല. എനിക്കറിയാൻ വയ്യാത്തോണ്ട് കേട്ടോ. ഉണ്ണി പാടുമായിരുന്നെങ്കിൽ ടേപ്പിൽ എടുക്കായിരുന്നു. എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ പ്രാണനാ. പാടുവോ? ആര്? ഞാനോ? പണ്ട് പഠിക്കണ കാലത്ത് നല്ലോണം പാടുമായിരുന്നു. ഫെസ്റ്റിവലിനൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ പാടാനൊക്കെ അറിയാല്ലേ? അതൊക്കെ പണ്ടല്ലേ ഉണ്ണി. അതൊന്നും പറയണ്ട. ഒരിക്കൽ അറിയാമെന്ന് വെച്ചാൽ എപ്പോ വേണമെങ്കിൽ പാടാലോ. അതൊക്കെ എനിക്കറിയാം. ഉണ്ണിക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ
ഞാൻ പണ്ട് പാടിയ പാട്ടുകൾ ഏതെങ്കിലും ടേപ്പിൽ കാണും, കേൾക്കണം. പിന്നെ അല്ലല്ലേ? എനിക്ക് വലിയ ഇഷ്ടമായി കേട്ടോ. ഇത്രയും നന്നായിട്ട് പാടാൻ കഴിവുണ്ടാന്ന് വെച്ചാൽ അതെന്തൊരു ഭാഗ്യ അല്ലേ? ഇതൊക്കെ ഒരുതരം അനുഗ്രഹ. ഞാനൊന്ന് അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഞാനല്ലാണ്ട് വേറെ ആരെന്ത് ചെയ്താലും എനിക്കത് ഇഷ്ടാവില്ല. അതുകൊണ്ടാ ഇവിടെ പണിക്കാരെ പോലും നിർത്താത്തത്. ഒറ്റയ്ക്കാവുമ്പോ മുഷിയില്ലല്ലോ. ഏയ്, ഇതൊക്കെ വായിച്ചോണ്ടിരിക്കും. ഇരുന്ന് മുഷിഞ്ഞു കാണുമല്ലേ? ഞാൻ ഈ പരിസരമൊക്കെ ഒന്ന് കാണുമായിരുന്നു. എന്തിനാ വൈകണേ? ഊണ് റെഡിയായി. വരൂ, വന്നിരിക്കൂ.
കൈ കഴുകിക്കോളൂ കേട്ടോ. എന്താ വല്ലാണ്ടേ? ഒന്നുമില്ല, വിളമ്പിക്കോളൂ. കഴിക്കൂ കഴിക്കൂ. എനിക്ക് ബാത്റൂമിലൊന്നും. ആ അതിനെന്താ, അതാ ബാത്റൂം. അയ്യേ, ബാത്റൂമിൽ പോയിട്ട് കൈ കഴുകണ്ട. കഴിക്കൂ. കഴിക്കുന്നില്ലേ? കഴിക്കലും വിളമ്പിലും കൂടി ഒന്നിച്ചാ ശരിയാവില്ല. ഞാൻ പിന്നെ കഴിച്ചോളാം, ഉണ്ണി കഴിക്കൂ. പറഞ്ഞപ്പോ ഇത്രയും കരുതില്ല കേട്ടോ, എല്ലാം ഒന്നാം തരായി. സാമ്പാറ് അതിവിശേഷം. എന്നാ കുറച്ചും കൂടി സാമ്പാർ ആയിക്കോട്ടെ. വേണ്ട, ഷർട്ടിലെല്ലാം സാമ്പാറായല്ലോ. വെരി സോറി ഉണ്ണി. സാരില്ല. ആ ഷർട്ട് ഇങ്ങ് തരും, ഞാൻ ഇപ്പൊ തിരുമ്മി തരാം. വേണ്ട, സാരില്ല. അല്ല, തിരുമാണ്ടെങ്ങനെയാ? എനിക്ക് ബുദ്ധിമുട്ടാവുന്ന കരുതിയിട്ടാ. നല്ല കാര്യായി. ഇപ്പൊ തിരുമിയിട്ട രാവിലേക്ക് ഉണങ്ങും. ഇനിയിപ്പോ രാത്രി ലോഡ്ജിൽ ചെന്നിട്ട് എന്താ? ഇന്ന് ഇവിടെയാവോ ഉറക്കം? അല്ല, മുണ്ടിലായില്ല. ഓ ഇല്ല, ഒട്ടുമായിട്ടില്ല. എന്നാ ഉണ്ണി കഴിച്ചോളൂ, ഞാൻ ഇപ്പൊ വരാം. ഉണ്ണി ഒന്ന് റിലാക്സ് ചെയ്യൂ. അപ്പോഴേക്ക് ഞാനും എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുകയും വേണമല്ലോ. എല്ലാം കൂടി ഒരു 15 മിനിറ്റ്.
ഉണ്ണി ഉറങ്ങിയിട്ടില്ല അല്ലേ? എന്റെ ഭർത്താവിനെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ? കേട്ട് കാണും. ശ്രീപ്രസാദ് കഥകളും നോവലുകളൊക്കെ വായിക്കാറില്ലേ? എനിക്ക് അക്കാഡമിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ വരാൻ വയ്യത്. ഉണ്ണി വരുമെന്ന് പറഞ്ഞിരുന്നു. ഉണ്ണിയെപ്പറ്റി ഞാൻ ധാരാളം ശ്രീയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ശവം പോലെ വിളറിയ മുഖവുമായി ഒരക്ഷരം മിണ്ടാതെ ഉണ്ണി ഇറങ്ങിപ്പോയി. കുസൃതിയോടെ കോർത്ത നൂലിഴകൾ അഴിയാ കുടുക്കായി മുറുകയാണെന്ന് ശാരദ ഭയപ്പെട്ടപ്പോഴും ഞാൻ പൊട്ടിച്ചിരിച്ചതേയുള്ളൂ. മനുഷ്യ മനസ്സിനെ കുറിച്ചുള്ള എന്റെ കണക്കുകൂട്ടലുകളിൽ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു കറിയാച്ച. ആ, താനൊന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്ലസന്റ് സർപ്രൈസ്? ഞാൻ എന്തു പറയാനാ, പാവം ഉണ്ണി ശ്രീയേട്ടനെ കണ്ടതോടുകൂടി വല്ലാണ്ടായി. ഓർക്കാപ്പുറത്ത് ഒരു ഷോക്ക് ഏറ്റതുപോലെ തോന്നി. ദാറ്റ്സ് നാച്ചുറൽ. അങ്ങനെ തന്നെയാണല്ലോ തോന്നേണ്ടത്. നമുക്കിതൊക്കെ ഒരു തമാശയാ. ആ പാവത്തിന് എന്തൊക്കെയാ തോന്നിയിട്ടുണ്ടാവുക. ഒരക്ഷരം പോലും മിണ്ടാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ സത്യത്തിൽ വിഷമം തോന്നി. പിന്നെ താൻ എന്താ കരുതിയത്? എന്നെ കണ്ടോണ്ടേ ചിരിച്ചോണ്ട് ഹലോ എന്ന് പറയുമെന്നു? ഒരു ഷോക്കായിട്ട് തന്നെയാണ് അയാൾക്ക് തോന്നേണ്ടത്. എന്നാലും ഉണ്ണി ഇങ്ങനെ അപ്സെറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടോ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ആ കഥാപാത്രത്തിന്റെ വളർച്ചയുടെ ഏറ്റവും രസകരമായ ഭാഗം. താൻ കണ്ടോളൂ അയാളുടെ റിയാക്ഷൻസ്. 1-2 ദിവസത്തേക്ക് തന്നെ ഫേസ് ചെയ്യാൻ അയാൾക്കൊരു ചളിപ്പ് കാണും. മനസ്സിൽ കെട്ടിപ്പൊക്കിയത് അത്രയും അഠയത്തരമായിരുന്നു എന്നറിയുമ്പോഴുള്ള ആ ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, അതിനോട് പൊരുത്തപ്പെടാനുള്ള ഒരു സ്ട്രഗിൾ, അതിന്റെ അപ്സ് ആൻഡ് ഡൗൺസ്, ദാറ്റ്സ് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ഇറ്റ്. താൻ അയാളെ ഒന്ന് ക്ലോസ് ആയി ഫോളോ ചെയ്ത് നോക്കും. എനിക്ക് വയ്യ. കളിയും കാര്യവും തിരിച്ചറിയാതെ നിലവിട്ടിട്ടാ ശ്രീയേട്ടന്റെ പ്രവൃത്തി. ഇപ്പൊ തന്നെ വേണ്ടാത്ത കാര്യങ്ങളാ ചെയ്ത് ഒപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ കളി തുടരാനേ ഇല്ല.
എന്തെല്ലാം പറഞ്ഞാലും ശരി, ഞാനില്ല. ഹലോ, ശ്രീയേട്ടാ. എന്താ ലാസ്റ്റ് അവർ കട്ട് ചെയ്തോ? ശ്രീയേട്ടാ, ഉണ്ണി ഇന്ന് ഓഫീസിൽ വന്നില്ല. ഓ, അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു വേറെന്തോ സംഭവിച്ചു. ഉണ്ണി ഇന്ന് ആഫീസിൽ വന്നില്ല, അത്രയല്ലേ ഉള്ളൂ. എടോ, അയാൾ എങ്ങനെ ആഫീസിൽ വരാനിടയില്ല. ആ ചമ്മലൊന്ന് മാറി വരണ്ടേ? ശ്രീയേട്ടൻ ഇപ്പോഴും തമാശയാണ്. ഉണ്ണി ഇത് വളരെ കാര്യമായിട്ട് എടുത്തേക്കണമെന്ന് എന്റെ പേടി. ചേടാ, താൻ ആള് കൊള്ളാമല്ലോ. ഇത് പറയാൻ ഓഫീസിൽ നേരത്തെ ഓടിക്കൊന്നു. എപ്പോ നോക്കിയാലും ആ ഉണ്ണിയുടെ വിചാരവും അയാളെ കുറിച്ചുള്ള സംസാരം തന്നെ. ഇങ്ങോട്ട് നോക്കിയേ, നമുക്ക് സംസാരിക്കാൻ ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ. സാഹിത്യത്തിന് നിലവാരത്തിന്റെ ഈ പോക്ക് ഇത് എങ്ങോട്ടാണ്? അല്ലെങ്കിൽ കഥയ്ക്കാണോ കവിതയ്ക്കാണോ ഇനി ഇവിടെ ഭാവി? അതും പോട്ടെ, ഞാൻ തനിക്കൊരു സാരി വാങ്ങിച്ചിട്ട് ഒരുപാട് നാളായി. ഇപ്പോഴാണ് റിഡക്ഷൻ സെയിൽസ് വന്നത്. അഥവാ ഇനി വാങ്ങാൻ പോവാണെങ്കിൽ എത്ര രൂപയാവാം, ബഡ്ജറ്റ് എന്തായിരിക്കണം, കളറ്, ഡിസൈൻ വേണോ, പ്ലെയിൻ വേണോ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് പറയാൻ. ഇനി താൻ പോയി നല്ലൊരു കാപ്പി ഇട്ടുണ്ടോന്നേ.